അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് 7-ാമത്തെ ആയത്തിൽ അവൻ സൃഷ്ടിച്ച എല്ലാത്തിനും വിശിഷ്ടമാക്കി. പല സൃഷ്ടികളുണ്ട്, മലക്ക്, മനുഷ്യൻ, ജിന്ന്, നമുക്കറിയാൻ പാടില്ലാത്തത്. പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് അവൻ ആരംഭിച്ചു. തുടങ്ങിയത് കളിമണ്ണ് ചെളി വാരി കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി വച്ച് ഉണക്കി എന്നിട്ട് അതിലേക്ക് ആത്മാവിനെ ഊതി. അത് കഴിഞ്ഞിട്ട് തുടർന്നു അടുത്ത ആയത്തിൽ അവൻ്റെ സന്തതിയെ നിസ്സാരമായൊരു വെള്ളത്തിൻ്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി. അതായത് അത്ര നിസ്സാരമായൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് സൃഷ്ടി ആവർത്തിക്കുകയാണ്. ആദ്യം സൃഷ്ടിച്ച് ആദം അലൈഹി ഇസ്ലാം, ഹവ്വ അലൈഹി ഇസ്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സൃഷ്ടി ആവർത്തിക്കുന്നു. അതിനെയാണ് ഈ പറയുന്നത്. അങ്ങനെ സൃഷ്ടിക്കുന്ന സൃഷ്ടിയെ രൂപവും കോലവും ഒക്കെ ഉണ്ടാക്കി വെക്കുകയും അവൻ്റെ കയ്യിൽ നിന്നുള്ള ആത്മാവിനെ അതിലേക്ക് ഓരോ പ്രാവശ്യം ഊതുകയും കേൾവി, കാഴ്ച, ഹൃദയം ഇതൊക്കെ ഉണ്ടാക്കി തരികയും ചെയ്യുന്നു. ശാസ്ത്രീയമായിട്ടൊക്കെ പലരും പറയുന്നുണ്ട്, ആദ്യമായിട്ട് കുഞ്ഞ് ഉണ്ടാവുമ്പോൾ, ചെറിയ കുഞ്ഞായി വയറ്റിലിരിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന കേൾവി ശക്തിയാണെന്നും പിന്നീടാണ് കാഴ്ച വരുന്നതെന്നും ഹൃദയമൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അതിന് ശേഷമാണെന്നും. അപ്പോൾ ഇത് ഈ എഴുതിയിരിക്കുന്ന സീക്വൻസ് അതുപോലെ തന്നെയാണ് ശരിക്കും ശാസ്ത്രീയമായിട്ടും കണ്ടുപിടിച്ചപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹുവാലും ശാസ്ത്രവുമായി ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമ്മളതിനെപ്പറ്റി കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആളുകൾ പൊതുവെ അവനെ അനുസരിക്കുന്നില്ല. സമയമാവുമ്പോൾ 11-ാമത്തെ ആയത്തിൽ പറയണം, മലക്ക്, മരണത്തിൻ്റെ മലക്ക് ഇങ്ങനെ വരും, എന്നിട്ട് നിങ്ങളെ മരിപ്പിക്കും, എന്നിട്ട് അവനിലേക്ക് മടക്കും.